കല്യാണം കഴിഞ്ഞ വീടായിട്ട് ഇവിടെ ആരും കാണാനില്ലല്ലോ. സുമിത്രേ, ആ ചേച്ചി അമ്മ ഇവിടെ ഇല്ല, പുറത്തു പോയേക്കാ. ഇതാ പറ്റിയ സമയം. മോളും കൂടെ വന്നേ, ചേച്ചി പറയട്ടെ. നമ്മളെ രാവിലെ തന്നെ മോളെ ആക്കിയിട്ട് അമ്മ പുറത്തേക്ക് പോയോ? അത് കുഴപ്പമില്ല. എന്തൊരു ക്ഷീണം പോലെ. ചെറിയ പനിയുണ്ട്. എന്റെ മോളെ വിശേഷം വല്ലതുണ്ടോ? ഇല്ല, മിനിഞ്ഞാന്നല്ലേ കല്യാണം കഴിഞ്ഞുള്ളൂ. എങ്ങനെയുണ്ട് മോളെ അമ്മായിമ്മയൊക്കെ? കൊള്ളാം, കുഴപ്പമില്ല. എന്ത് ഈ കൈമ വളയൊന്നും ഇല്ലല്ലോ, ഇത് ഊരിക്കൊടുത്താ? ഇത് ഈ വള ആരടിച്ചതാ? വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതെന്തോരുണ്ട്? 1.5 പവൻ. അപ്പൊ അവരെത്ര പവനിടിച്ചു? അവരൊന്ന് തന്നെ. ഈ വളയൊക്കെ അങ്ങനെ പെട്ടെന്ന് ഊരി കൊടുക്കരുത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അവള് വരുന്നുണ്ടോന്ന് നോക്കട്ടെ. 2 മാസത്തിനുള്ളിൽ മാറി താമസിച്ചേക്കണം. അവൾ അത്ര നല്ല സ്വഭാവക്കാരിയല്ല. എന്ന് വെച്ചിട്ട് അവൾ അത്ര മോശം സ്വഭാവക്കാരി ഒന്നല്ല. മോള് തന്നെ ഈ പണിയൊക്കെ എങ്ങനെ എടുക്കണത്? അമ്മ എന്നെ പണിയൊന്നും എടുപ്പിക്കണില്ല. അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടാ. അതെന്താ അങ്ങനെ പറയണേന്നറിയോ? ഈ അമ്മയ്ക്ക് പുറത്തു പോയ ആളുകളോട് പറയണം, അവളൊരു പണി എടുക്കണില്ല, എന്റെ മോൻ കെട്ടിക്കൊണ്ട് വന്നിട്ട് 3ന്റെ ഒന്ന് അവനെയും കൊണ്ട് പോയി. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാ മോളോട് പണിയെടുക്കണ്ടെന്ന് പറയണത്. ഈ വളയൊന്നും അങ്ങനെ ഊരി കൊടുക്കാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, 1 മാസത്തിനുള്ളിൽ നിങ്ങൾ വേറെ പോയി താമസിക്കണം. ഞാനേ ഫോട്ടോ ഇട്ടാ, എനിക്ക് ഇത്തിരി പണിയുണ്ട് അടുക്കളയിൽ. അയ്യോ മോളെ പോവല്ലേ. അതെ, എനിക്ക് മോളോടൊരു കാര്യം പറയാനുള്ളത്. എന്റെ മോളെ, അമ്മ പറഞ്ഞ നീ സ്വർണ്ണം ഒന്നും ഊരി കൊടുക്കരുത്. നിന്റെ അമ്മായിമ്മ പാവം കേട്ടോ. കെട്ടിയും പണിയെടുക്കണ കാശും കൊണ്ട് മുഴുവനും തിന്നും കുടിച്ചിരിക്കണം അവളുടെ പണി. ഇതൊന്നും നീ അമ്മായിമ്മോടൊന്നും പറയൊന്നും വേണ്ടാട്ടാ. ഞാൻ പോട്ടെ എന്നാട്ടാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. തൽപര കക്ഷിയല്ല. ആ സുമിത്ര വന്നാ? നീ എപ്പോഴാ വന്നേ? ഞാനൊരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ വന്നിട്ട്. ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കൊച്ചിനോട്. എന്ത് വിശേഷമൊക്കെ നീ ചോദിച്ചും പറഞ്ഞു കൊടുത്തേക്കണേ? എടി, നീ കൊച്ചിനെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കണില്ല എന്നുള്ള പറഞ്ഞത്. പക്ഷെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ വീട്ടിലെ മുഴുവൻ പണി ആ കൊച്ചിനെ കൊണ്ട് ഇടിപ്പിക്കണം. നീ അവളുടെ കയ്യിലുള്ള സ്വർണ്ണ സാധനങ്ങളൊക്കെ നീ മേടിച്ചു വെക്കണം. ഈ കൈ വിട്ടേ, നീ കുടുംബത്ത് പണിയൊന്നുമില്ലേ? പോയേ. എടി, ഞാനിത് അതൊന്നും ആയിട്ടല്ല പറയുന്നത്. നീ ഇതൊന്നും പറയാണ്ട് നീ ആ പെണ്ണിനെ കൊണ്ട് എല്ലാ പണിയൊക്കെ ഇടിപ്പിക്കും. അവളെന്താ മഹാറാണി ആട്ടിയാണോ അവളെ കൊണ്ടൊരു ജോലിയൊന്നും ഇടിപ്പിക്കാതിരിക്കാനായിട്ട്? അത് അവളെ വീട് മാറിപ്പോണം എന്നൊക്കെ നിന്നോട് പറയും. പക്ഷെ നീ സമ്മതിക്കരുത് കേട്ടോ. നിനക്ക് മേടിച്ചു വെക്കാനുള്ളതൊക്കെ നീ മേടിച്ചു വെക്ക്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വേണമെങ്കിൽ കേട്ടാ മതി. ഇതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയണേ. എന്നാ ഞാൻ പോട്ടെ, നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്യേ. നീ പോയി പണി. ഒരു കുടുംബം കൽക്കാന്ന് എഴുതി പോയതാ. ഇപ്പോഴത്തെ കാലത്ത് വിവരം വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളല്ലേ, ഇതൊന്നും അവരുടെ അടുത്ത് ഏൽക്കണില്ല.